ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഒരു ദിവസമാണ് കേട്ടോ അത്. ഒരു ദിവസം ഫുള്ളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കുറച്ചൊക്കെ എടുത്ത് വെച്ചിരുന്നു. അതൊക്കെ പാടെ കൂട്ടി ഒരു വീഡിയോ ഒക്കെ ഇട്ടിരിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യണേ. രാവിലെ തന്നെ മുറ്റടിച്ച് തരാൻ ഇറങ്ങിയപ്പോൾ ഒരുപാട് അടക്കപ്പായം കണ്ടു. അടക്കപ്പായം പറിക്കാതെ പിന്നെ ഇരുന്നിട്ടില്ല. അടക്കപ്പായം പറിച്ചിട്ട് തന്നെ ബാക്കി കാര്യം വിചാരിച്ച് അടക്കപ്പായൊക്കെ പറിച്ചു. നല്ല ടേസ്റ്റിൽ അടക്കപ്പായാണ് കേട്ടോ. പക്ഷേ നല്ലോണം പൈത്താൽ പിന്നെ മഴ പെയ്താൽ പിന്നെ അടക്കപ്പായം പറ്റില്ല കേട്ടോ. പിന്നെ പുഴുക്കളുണ്ടാവേ. ഇപ്പോൾ ഈ സമയത്ത് വല്ല കുഴപ്പമില്ല കേട്ടോ. അടക്കപ്പായം എല്ലാ പ്രാവശ്യവും ഇത്ര ഉണ്ടാവാറില്ല. ഈ പ്രാവശ്യം നല്ലോണം അടക്കപ്പായം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിലെ അടക്കപ്പായം എന്നല്ലേ പറയുന്നത്? പേരക്ക അടക്കപ്പായം എന്നല്ലേ പറയുന്നത്? പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ എൻ്റെ ഷാനുവിന് പനിയായതുകൊണ്ട് വന്ന് സ്കൂളിൽ പോയിട്ടില്ല. ഹോസ്പിറ്റലുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ ചാത്തൂരിൻ്റെ അടുത്ത് തന്നെയാണ് ചെറിയ ആശുപത്രി ഉണ്ട്. അങ്ങോട്ട് പോകാൻ വിചാരിച്ചു കേട്ടോ. ഞാനും അവനെയും കൊണ്ട് അങ്ങനെ ആശുപത്രി പോയപ്പോൾ ഞാൻ നടന്നു പോയി. അവന് സൈക്കിൾ എടുത്തേക്കാണ്. സൈക്കിളിൽ പോയി. ഓൻ സൈക്കിൾ എടുത്തപ്പോൾ ഓനിപ്പോൾ സൈക്കിൾ എടുക്കണ്ടില്ലേന്ന് തോന്നുന്നുണ്ട്. കാരണം സൈക്കിള് ചവിട്ടി പോവാൻ ക്ഷീണമാണ്. എല്ലാവരും നടന്ന് പോവായിരുന്നു പറയുന്നുണ്ട്. 10 മിനിറ്റ് നടക്കാനും തോന്നുന്നു കേട്ടോ. അവനെ വണ്ടി വിളിച്ചിട്ടില്ല. നടന്നു ഞാൻ പോകാനുള്ളൂ. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. സൈക്കിളൊക്കെ ഇഷ്ടമാണ്. പുതിയ സൈക്കിൾ സൈക്കിൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 10-11 മണിക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ചാത്തല്ലൂരത്തെ ആശുപത്രി കേട്ടോ. നല്ല ആശുപത്രിയാണ്. പറഞ്ഞാൽ അഡ്മിറ്റും കാര്യങ്ങളൊന്നുമില്ല. അല്ലാത്ത എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ലാബൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അഡ്മിറ്റ് ഇല്ല എന്നുള്ളൂ. അല്ലാത്ത മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ മരുന്നും ഇവിടെ തന്നെ ഉണ്ടാവുക. ഡോക്ടേഴ്സും ഉണ്ട്. രാവിലെ ഒരു ഡോക്ടറുണ്ട്, ഉച്ചയ്ക്ക് ശേഷം വേറൊരു ഡോക്ടറാണ്. അപ്പോൾ പെട്ടെന്ന് അസുഖം വന്നാലൊക്കെ ഞങ്ങൾക്ക് ദൂരം പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? ഇതാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്ത് കണ്ട വേറെ ചെറിയ ബിൽഡിങ് പുതിയതായിട്ട് വന്നതാണ്. അത് തുറന്നിട്ടില്ല കേട്ടോ. പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. പിന്നെ റൂമാണ് അടച്ചിട്ടൊക്കെയാണ്. എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തിരക്കൊന്നും വല്ലാതില്ല കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് കാണിച്ച് പോരാ. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇതാണ് പുതിയ ബിൽഡിങ്ങൊക്കെ അയച്ചിട്ടുള്ളൂ കേട്ടോ. അതിലൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ ഇവിടെ ചായയൊക്കെ ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് വരുന്നവർക്ക് ദൂരത്തുനിന്ന് വരുന്നവരുണ്ടാവും. ചിലപ്പോൾ അടുത്തുനിന്ന് വരുന്നവർക്ക് തന്നെ കുറേ താമസിക്കണം. സമയം ഒരുപാടാവുമെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ അയൽവാസിയല്ല, ഹോസ്പിറ്റലിൻ്റെ അടുത്തത്തെ അയൽവാസിയാണ്. പക്ഷേ ഞങ്ങളെ കുടുംബക്കാരാണ്. ഞങ്ങൾ എളാപ്പാൻ്റെ ഇളയമ്മയാണ്, എളാപ്പാൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവരാണ് ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കാണിച്ചു പോന്നു. വീട്ടിലേക്ക് എത്തി. ഷാലുവാണെങ്കിൽ ചൂടെടുത്തിട്ട് ഫാനിട്ട് കടയിലിരുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അവന് മരുന്നൊക്കെ കൊടുത്തു. ഉച്ചക്കത്തെ മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു, അത് കൊടുത്തു. വൈകുന്നേരം പിന്നെ ഞങ്ങൾ ഇലട ഉണ്ടാക്കിട്ടോ. അവന് ഇലട എല്ലാം ഇഷ്ടമാണ്. അവനെന്നും പറയാറുണ്ട് ഇലട ഉണ്ടാക്കാൻ. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര പാടാണ്. ഈ കുക്കിംഗ് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമില്ല. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഇലയൊക്കെ പറിച്ചു കൊണ്ടുവന്നു. ഇലയുടെ ഉണ്ടാക്കി. തേങ്ങയും ശർക്കരയും ഏലക്കായി പൊടിച്ചിട്ടു കേട്ടോ. കറണ്ടില്ലായിരുന്നു. ഞാനങ്ങനെ പൊടിച്ചിട്ടതാണ്. പിന്നെ അവിലും തേങ്ങയും ശർക്കരയും കേട്ടോ. ഇന്ന് ഞാൻ അരിപ്പൊടിയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. അരിപ്പൊടി കൊണ്ടാണ് അധികം ടേസ്റ്റ്. അപ്പോൾ ഇന്നത് ഏതാ വെച്ചാൽ ആ പൊടി എടുത്ത് ഉണ്ടാക്കൽ. കുക്കറിലായിട്ട് ഞാൻ ചില ദിവസം കുക്കറിലാണ് ഉണ്ടാക്കല്. എനിക്ക് കുക്കറുള്ളൂ. പിന്നെ അതിൽ ഞാൻ നൂൽപുട്ടിൻ്റെ സ്റ്റാൻഡ് വെച്ച് കണ്ടാണ് അങ്ങനെ ഉണ്ടാക്കൽ. ഇതിപ്പോൾ ഞാൻ തറവാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടാണ്. തൊട്ടടുത്ത് തന്നെയാണ് തറവാട്. അവിടെ നിന്നാണ് ഇഡ്ഡലിച്ചെമ്പ് വാങ്ങിക്കൊണ്ടാണ്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ആവുമല്ലോ.
അപ്പോൾ 10 15 ഒക്കെ ഒപ്പം വെക്കാം. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോനെ ഉണ്ടാക്കി തറവാട്ടിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവർക്കും കൊടുത്തു. അവിടെയും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളെ ഓരോ ദിവസങ്ങൾ. ഇങ്ങനെയൊക്കെയാണ്. ഇത് ഫുള്ളായിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ എൻ്റെ ഫോണിൽ എടുത്ത് വെച്ച വീഡിയോ മാത്രം.